രണ്ടുപേരോട് കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. ഈ ഗുസ്തിയും കരാട്ടയ്ക്ക് ഇവിടെ നിർത്തിക്കോ. നാളെ മുതല് ജംഗ്ലി റമ്മിയിൽ ടൂർണമെന്റ്സ് ട്രൈ ചെയ്യും. ഇവിടെ എൻട്രി ഫീസ് ഇത്രയേ ഉള്ളൂ, റിവാർഡ്സോ അത്രയും. പണി വരുന്നുണ്ടവറാച്ച. ഡ്രീം 11, MPL, ജംഗ്ലി റമ്മി അല്ലെങ്കിൽ പണം അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും ഗെയിമുകൾ ഇന്ത്യയിൽ കളിക്കുന്നുണ്ടെങ്കിൽ ഉടൻ നിർത്തുക. ഇല്ലെങ്കിൽ ജയിൽവാസം അവരെ തേടി വരും. എന്തുകൊണ്ടെന്നാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ ഓൺലൈൻ ഗെയിമിംഗ് പ്രൊമോഷൻ ആൻഡ് റെഗുലേഷൻ ബില്ല് 2025 പാസാക്കാൻ ഇടയായി. ഈ ബില്ലിൽ എല്ലാത്തരം റിയൽ മണി ഗെയിമുകളും ഫാന്റസി സ്പോർട്സുകളും ബെറ്റിംഗ് ആപ്പുകളും സ്കിൽ ബേസ്ഡ് പേ ടു പ്ലേ ഗെയിമിംഗ് ഫോർമാറ്റുകളും നിരോധിച്ചിരിക്കുന്നു. അവയുടെ വിജ്ഞാപനങ്ങളെയും സാമ്പത്തിക ഇടപാടുകളെയും പൂർണ്ണമായും വിലക്കും. എന്നാൽ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എല്ലാത്തരം ഓൺലൈൻ ഗെയിമുകളെയും നിരോധിക്കുന്നില്ല. ഈ സ്പോർട്സിനെയും സോഷ്യൽ ഓൺലൈൻ ഗെയിമുകളെയും സർക്കാർ ഔദ്യോഗികമായിട്ട് സപ്പോർട്ട് നൽകുന്നു. കാരണം ഇത്തരം ഗെയിമുകളുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹബ്ബാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഈ ബില്ലിൽ എടുത്തു പറയുന്നത് ഇത്തരം ഗെയിമുകളെ റെഗുലേറ്റ് ചെയ്യാൻ തന്നെ ഒരു അപെക്സ് ബോഡി തന്നെ നിലവിൽ വരുന്നുണ്ട്. ഈ നിയമം അനുസരിച്ച് ഇത്തരം പരസ്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനികൾക്ക് 3 വർഷം വരെ തടവ് കൂടാതെ 1 ലക്ഷം രൂപ പിഴയും ലഭിക്കും. പരസ്യം ചെയ്യുന്നവർക്കാണെങ്കിൽ 2 വർഷം വരെ തടവ് കൂടാതെ 50 ലക്ഷം രൂപ പിഴയും ലഭിക്കും. ഈ നിയമത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഇന്ത്യയിലെ യുവാക്കളെ ചൂതാട്ടത്തിന്റെ കുരുക്കിൽ നിന്ന് സംരക്ഷിക്കുക. എന്നാൽ ഒരു പ്രതികൂല വാദവും കൂടിയുണ്ട്. ഇന്ത്യയുടെ 30,000 കോടിയിലധികം മൂല്യമുള്ള ഗെയിമിംഗ് ഇൻഡസ്ട്രി തകരുമെന്നും വരുമാനത്തിന്റെ 86% റിയൽ മണി ഗെയിമിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നവരുണ്ട്. അതിനാൽ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: ഈ ബില്ല് ഗെയിം ചേഞ്ചർ ആകുമോ അതോ ഇന്ത്യയിലെ ഗെയിമിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു ഗെയിം എൻഡർ ആകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.